ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അവധി ദിവസമായിരുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. അങ്ങനെ രാവിലെ തന്നെ ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അമ്പലത്തിൽ പോകണമെങ്കിലോ ഒന്ന് പുറത്ത് പോകണമെങ്കിലോ ഒക്കെ നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ ചേട്ടൻ പെട്രോളൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 3 പേർക്കൊക്കെ ഇരുന്ന് പോകാം, ബൈക്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ നവരാത്രിയുടെ ഓരോരോ തയ്യാറെടുപ്പുകളാണ് കേട്ടോ. ഇവിടെ ഇത് ഗംഗാനദിയുടെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിനടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസാദമൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം അമ്പലത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഡ്ഡു ആണ് കേട്ടോ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് വാങ്ങിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, ഇവിടെ നമുക്ക് അകത്ത് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് കയറാം, വിഗ്രഹത്തിൻ്റെ അടുത്ത് പോകാം, അതിൽ തൊടാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇന്ന് ഞായറാഴ്ച ദിവസം ആയിരുന്നതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തെ മാർക്കറ്റിലൊക്കെ ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ല. എല്ലാം 10 രൂപ 20 രൂപയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത് കേട്ടോ. അത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല. എങ്കിലും കുപ്പിവളകൾ കാണുമ്പോൾ എന്തോ ഒരു ആവേശം. അങ്ങനെ ഞാൻ കുറച്ച് കുപ്പിവളകളൊക്കെ വാങ്ങിച്ചു. കളർ നോക്കിയിട്ട് എല്ലാ കളറൊന്നും ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ല. പിന്നെ എന്നാലും കിട്ടിയ കളറിൽ കുറച്ചൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വളകളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നോക്കി. മോള് നോക്കുന്നുണ്ട്, അവൾക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ വളകളും മറ്റും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യം. അപ്പോൾ ഇത് ആരോ ഇട്ടുകൊടുത്ത കടല വളരെ സൂക്ഷ്മതയോടെ വൃത്തിയാക്കി കഴിക്കുകയാണ് കണ്ടോ. ഭയങ്കര വൃത്തിയാണ്. അതിനുശേഷം വിശപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേനും വിചാരിച്ചു എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിലെ ഭക്ഷണങ്ങളൊന്നും കിട്ടാറില്ല. മെനുവിലെല്ലാം എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ചോദിക്കുമ്പോൾ അതൊന്നും ഉണ്ടാകാറില്ല. ക്ഷമയുടെ നെല്ലിപ്പലകയെന്ന് പറയാറില്ലേ, അതിനും അപ്പുറം കണ്ട ഒരാളാണ് ഇവിടെ വിശന്ന് തളർന്നതായിരിക്കുന്നത്. ഞാൻ ഇഡലി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. 4 ഇഡലിയാണ് കൊണ്ടുതന്നത്. സാമ്പാർ, ചട്നി എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ബട്ടൻസ് പോലത്തെ ഇഡലിയാണ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, റവ കൊണ്ടുണ്ടാക്കുന്ന ഇഡലിയാണ്. എങ്കിലും വിശപ്പ് കൊണ്ട് അത് കഴിച്ചു. മോളിതാ ഒരു പിസ്സയാണ് വാങ്ങിച്ചത്. അപ്പോഴത്തേനും അയാളതൊക്കെ എടുത്തൊക്കെ കൊടുത്തപ്പോഴത്തേനും കക്ഷി കടിച്ച് വലിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. വരുന്നില്ല. അയ്യോ. പിന്നെ ചേട്ടൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആഹാരം നോർത്ത് ഇന്ത്യൻ ഫുഡാണേ. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ റൊട്ടി, സബ്ജി, പിന്നെ പാലക്ക്, ചോറ്, ദാല്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് പ്ലേറ്റ് നിറച്ച്. ചേട്ടന് മൊത്തം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വെളിയിലോട്ട് ഇറങ്ങിയതാ. അവിടെ വെറുതെ നടക്കുകയായിരുന്നു കേട്ടോ. കഴിച്ചത് കൂടിപ്പോയതുകൊണ്ട് ദഹിപ്പിക്കാൻ എന്ന മട്ടിലാണ് നടപ്പ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരൊപ്പൻ കുറച്ച് ചെമ്മരിയാടുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് എത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ ബൈ.